വീട്ടുകാരും പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കാം. എൻ്റെ കല്യാണം നടന്നില്ലെങ്കിൽ നല്ലൊരു പയ്യനെ നമുക്ക് മാട്രിമോണിയിൽ അവിടെ നിന്ന് തപ്പി പിടിച്ച് കെട്ടിക്കാം. എന്നെ കെട്ടിക്കാൻ നീ ആരാട്ടെ തന്തി? ജാസ്മിൻ തൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളും ഈ ഉറപ്പിച്ചു വെച്ച കല്യാണത്തിൻ്റെയൊക്കെ അവസ്ഥയൊക്കെ പറ്റി ഇങ്ങനെ വലിയ അങ്കലാപ്പിലിരിക്കുമ്പോൾ ഗബ്രി പറയാണ്, നിൻ്റെ വീട്ടുകാരെ ഞാൻ പറഞ്ഞ് ശരിയാപ്പിക്കാം, കല്യാണം നടന്നില്ലെങ്കിൽ മാട്രിമോണിയിൽ ഒക്കെ കൊടുത്ത് ഒരാളെ കണ്ടെത്തി കല്യാണം നടത്താം എന്നൊക്കെ. അപ്പോഴാണ് ജാസ്മിൻ ഇങ്ങനെ ടഗ് ഡയലോഗ് അടിക്കുന്നത്, ഇങ്ങനെ നീ എൻ്റെ തന്തയാണോ എന്നെ കെട്ടിക്കാൻ എന്നൊക്കെ. എന്തായാലും ജബ്രി എന്നുള്ള കോംബോ ഇപ്പോൾ ആടി ഉലഞ്ഞിരിക്കുകയാണ്. കുളത്തിൽ വീണു ഇനി കുളിച്ച് കയറാമെന്നുള്ളൊരു രീതിയിലാണ് ഗബ്രിയുടെ സംസാരം. പണ്ടത്തെ കളിയും ചിരിയും ഉമ്മയും കടിയൊന്നും ഇല്ല, എല്ലാം സ്റ്റോപ്പായി. ഇപ്പോൾ നെഞ്ചിടിപ്പാണ് കൂടുന്നത്. ഇപ്പോൾ ജബ്രി കോംബോ ശോകമുഖമായിട്ടിരിക്കുന്ന അവസ്ഥയിൽ ഗബ്രി വന്ന് ജാസ്മിൻ്റെ അടുത്ത് വീണ്ടും ഇങ്ങനെ പരിഭവമൊക്കെ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, നെഞ്ചിടിപ്പ് കൂടുന്നുണ്ടോ, അതൊന്നും പ്രശ്നമാക്കണ്ട എന്നൊക്കെ. അപ്പം അതിൻ്റെ കൂടെ ഗബ്രി ജാസ്മിനിട്ട് ഇടയ്ക്ക് ചെറിയ ചെറിയ അടികൾ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പഴയ ആ ഒരു പ്രസരിപ്പ് എല്ലാം പോയി, ആ കോംബോ തകർച്ചയിലാണെന്ന് ഇപ്പോൾ രണ്ടുപേർക്കും മനസ്സിലായി. അപ്പോൾ തന്നെ കാര്യങ്ങൾ ഉഷാറാക്കാൻ ഗബ്രി ജാസ്മിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നെ ഒന്ന് പൊന്തിച്ചോട്ടെ എന്ന്. അപ്പം ജാസ്മിൻ അവിടെ അന്തം വിട്ട്, നീ എന്നാണ് ഈ പറയുന്നത്, അതായത് എന്നെ പിടിച്ചു പൊക്കും എന്നല്ലേ നീ ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിൽ ജാസ്മിൻ വളരെ സൂക്ഷ്മതയോടെയാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങളും അവിടെ സംസാരിക്കുകയും ചെയ്യുന്നത്. ജബ്രി എന്ന കോംബോയിൽ ഒരു വലിയ വിള്ളൽ തന്നെയാണ് വീണിരിക്കുന്നത്. ജാസ്മിന് ഇപ്പോൾ ആ കളിയിലെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന പോലെയാണ് കാണുന്നത്.